വൈകിട്ട് കിടക്കാൻ നേരത്ത് വളരെ രഹസ്യമായ ഒരു അമൽ എന്ത് ചെയ്യുക? 3 ഖുൽ ഹുവല്ലാഹു അഹദ്. അറിയില്ല എല്ലാവർക്കും? അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അങ്ങനെ ഓതിയാൽ എന്ത് കിട്ടും? ഖുർആൻ ഖത്മ ചെയ്ത പ്രതിഫലം കിട്ടും. സയ്യിദുനാ റസൂലുള്ളാഹി 4 കാര്യങ്ങളാണ് പറഞ്ഞത് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ. ഒന്ന്, ഖുർആൻ ഖത്മ തീർക്കണം. അതിനെന്ത് വേണം? സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം ഓതണം. എല്ലാ അമ്പിയാ മുർസലുകളെയും പൊരുത്തം ചെറിയ കാര്യമല്ല. ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാ മുർസലുകളെയും പൊരുത്തം കിട്ടുന്ന അമലാണ്. ഒറ്റ സ്വലാത്ത് കൊണ്ട് സാധിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. 3 ലോകത്തുള്ള എല്ലാ വിശ്വാസികളെയും പൊരുത്തം കിട്ടുന്നതിന് വേണ്ടി ഒരൊറ്റ ദുആ. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ ഇമാം ദുആ ഇറക്കുന്ന ആ പ്രാർത്ഥന, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ വിശ്വാസിനികൾ നമ്മളൊക്കെ തസ്ബീഹ് നിസ്കാരത്തിലും പെരുന്നാൾ നമസ്കാരത്തിലും ചൊല്ലിപ്പഠിച്ച ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ആ ദിക്ർ ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിച്ച പ്രതിഫലം ലഭിക്കാൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ആ ദിക്ർ ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 4 ചെയ്തിട്ടാണ് പിന്നീട് ആയിഷ ബീവി മരണം വരെയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നത്.